നമസ്കാരം. വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീംകോടതി. ഹർജിയിൽ ഭരണഘടനാ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിരീക്ഷണം. ഓരോ സംസ്ഥാനത്തിനും എത്ര കടമെടുക്കാമെന്നത് 5 അംഗ ബെഞ്ച് പരിഗണിക്കും. 10,000 കോടി കൂടി കടമെടുക്കാൻ അനുവാദം വേണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി. റിയാസ് മൗലവി വധക്കേസിലെ വിധി ഞെട്ടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. അന്വേഷണത്തിലും നടത്തിപ്പിലും വീഴ്ച പറ്റിയിട്ടില്ല. പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. കേസിൽ പുനരന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ്. കുടുംബത്തിന് നിയമസഹായം നൽകുമെന്നും ജില്ലാ നേതൃത്വം. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പുളിയൻ കുന്നുമല സ്വദേശി ബിജുവിനെ ആക്രമിച്ചത് പുലർച്ചെ വീട്ടുമുറ്റത്ത് നിന്ന്. കണമല ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച് നാട്ടുകാർ. കുടുംബത്തിന് 10 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ച കലക്ടർ. കേരള തീരത്ത് വരും മണിക്കൂറിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കടലാക്രമണത്തിൽ തിരുവനന്തപുരത്ത് വ്യാപക നാശനഷ്ടം. കൊല്ലം മുണ്ടക്കലിൽ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. ജില്ലാ കളക്ടറിന്റെ അധികാരിയുടെ ഗേറ്റിന്റെ വാതിലും നമ്മൾ ഇന്ന് പന്തം കൊടുത്ത് പ്രകടനം ചെയ്യും. ഏത് രാഷ്ട്രീയ ഉന്നതനുണ്ടെങ്കിലും ഞങ്ങളിൽ വെല്ലാൻ ഞങ്ങൾ തന്നെയാണ്. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. കണ്ണൂരിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നെന്ന വാർത്ത വ്യാജം. മറ്റു പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുമ്പോൾ കോൺഗ്രസിന് BJP അനുകൂല നിലപാട് എന്ന് മുഖ്യമന്ത്രി. കേജ്രിവാളിനെ കൊടുക്കണമെന്നാവശ്യപ്പെട്ടത് തെറ്റെന്ന് കോൺഗ്രസ് സമ്മതിക്കണം. EDയെ പേടിച്ച് കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നു. മണിപ്പൂരിൽ ആനി രാജ പ്രതികരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി എന്തു ചെയ്തെന്നും പിണറായി വിജയൻ. റെക്കോർഡ് കുതിപ്പ് തുടരുന്ന സ്വർണ്ണവില. പവന് 680 രൂപ വർദ്ധിച്ച് 50,880 രൂപ. വാണിജ്യ സിലിണ്ടറിന് 30 രൂപ കുറഞ്ഞു. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല.